കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി, അത് KC ആണെങ്കിലും അത് VD ആണെങ്കിലും RC ആണെങ്കിലും 12-ാം തീയതിക്ക് മുൻപ് നടത്തിയേക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ, കക്ഷി നേതാക്കളുടെ സത്യപ്രതിജ്ഞയും ഒരുപക്ഷെ 12-ാം തീയതിക്ക് മുമ്പിൽ തന്നെ നടക്കും. ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക ഇവർ മാത്രമായിരിക്കും, മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കളും. മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീടാണ് നടക്കുക. മന്ത്രിസ്ഥാനത്തേക്ക് നേതാക്കളുടെ ശുപാർശ ഹൈക്കമാൻഡ് അംഗീകരിക്കില്ല. പ്രവർത്തന മികവും സാമുദായിക സമവാക്യവുമാണ് പരിഗണിക്കുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ആർ ഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ ഷിപാൽ, അങ്ങനെ ആ ഡെഡ്ലൈൻ വരികയാണ്. ഈ എങ്ങനെ പോയാലും ഇനി ഒരു 4 ദിവസത്തിനുള്ളിൽ 5-ാം ദിവസമെങ്കിലും സത്യപ്രതിജ്ഞ നടക്കണം. മെയ് 12-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും. പക്ഷെ അപ്പോഴേക്ക് കോൺഗ്രസിലെ മറ്റു മന്ത്രിമാരെ തീരുമാനിച്ചേക്കില്ല. മുഖ്യമന്ത്രിയും മറ്റു കക്ഷികളിലെ മന്ത്രിമാരുമായിരിക്കും അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണോ മനസ്സിലാക്കുന്നത്? മെയ് 12-ാം തീയതി സത്യപ്രതിജ്ഞാ തീയതി ഏകദേശം കുറിച്ചുവെച്ചോ? അരുൺകുമാർ, മെയ് 12-നകം സത്യപ്രതിജ്ഞ എന്ന രീതിയിലാണ് ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നീടായിരിക്കും മന്ത്രിസഭാ വികസനം ഉണ്ടാവുക. പ്രത്യേകിച്ച് കോൺഗ്രസ് മന്ത്രിമാർ ആരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതിന് ശേഷം മാത്രമായിരിക്കും. അതേസമയം മുസ്ലിം ലീഗിലൊക്കെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. ചെറുകക്ഷികൾക്കാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രം കിട്ടുന്നതിൽ അവർക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരില്ല. ഏതായാലും പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഘടകകക്ഷികളുമായി UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. ആ ഉഭയകക്ഷി ചർച്ചകളിലാണ് ഓരോ ഘടകകക്ഷികൾക്കും എത്ര മന്ത്രിമാരെ വീതം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ, അതുപോലെ RSP കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ, അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നീടാണ് മുസ്ലിം ലീഗിന്റെ മറ്റു മന്ത്രിമാർ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റു മന്ത്രിമാർ എല്ലാവരും ചേർന്നുള്ള സത്യപ്രതിജ്ഞ. അത് 2-ാം ഘട്ടം. അങ്ങനെയാണ് ആലോചന പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ദിവസമെടുക്കും സത്യപ്രതിജ്ഞയ്ക്ക്. അത്രയും സമയം വേണ്ട. കോൺഗ്രസിന്റെ സർക്കാർ, UDF സർക്കാർ എത്രയും പെട്ടെന്ന് അധികാരമേൽക്കണം എന്ന ഒരാവശ്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞ. ഒരുപക്ഷെ 12-നകം എന്ന് പറയുന്ന ഒരുപക്ഷെ 10-ാം തീയതിയാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പൊതുവെ അത് 3 പേരായാലും അവർ ദൈവവിശ്വാസികളാണ്. അവരുടെ സ്വാഭാവികമായും നല്ല ഒരു സമയം, അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു സമയവും ദിവസവും ഒക്കെ നിശ്ചയിച്ചതിന് ശേഷം മാത്രമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോവുക. പക്ഷേ ഏറ്റവും വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയായിരിക്കും. ഒരുപക്ഷെ കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും എത്തും. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ എത്തിച്ചുള്ള സത്യപ്രതിജ്ഞ. വിജയ് അടക്കം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യത എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഈ തവണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു പരിഗണനയും ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. മാനദണ്ഡം പ്രവർത്തന മികവ് മാത്രമായിരിക്കും. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കും. ശുപാർശകളൊന്നും ഈ തവണ അംഗീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ തേടുന്ന ഈ നേതാക്കളൊക്കെ മന്ത്രിമാരാക്കാം എന്ന വാഗ്ദാനം പലർക്കും നൽകുന്നുണ്ട്. ഏറ്റവും ജൂനിയറായ MLA-മാർക്ക് പോലും നിങ്ങളെ ഞാൻ മുഖ്യമന്ത്രിയാൽ മന്ത്രിയാക്കാം, എൻ്റെ ഒപ്പം നിൽക്കണം എന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കമാൻഡ് നിർണായകമായി തീരുമാനമെടുത്തത്. ഈ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാക്കന്മാർ ഏതെങ്കിലും ആളുകളെ ശുപാർശ ചെയ്താൽ അത് അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ ഹൈക്കമാൻഡിന് ഈ കാര്യത്തിൽ നിർണായക റോൾ ഉണ്ടാകും. അവരുടെ പരിചയ സമ്പത്ത് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനൊക്കെയുള്ള ആശങ്ക ഹൈക്കമാൻഡ് എന്നാൽ അത് KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാലിന് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന ഒരു വിശ്വാസം പല MLA-മാർക്കുമുണ്ട്. അതുകൊണ്ട് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് വർദ്ധിച്ചേക്കും കണക്കുകൂട്ടലിനപ്പുറത്തും എന്നൊക്കെ അവർ ആശങ്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള ചർച്ചകൾ അതൊക്കെ വലിയ രസകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ രസതന്ത്രമാണ്. കാരണം മന്ത്രിമാരാകണമെന്നുണ്ടെങ്കിൽ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനവും ഈ കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അന്തിമ തീരുമാനം KC-യുടേത് കൂടിയായിരുന്നല്ലോ. KC-ക്ക് കൂടി താല്പര്യമുള്ള പലരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായത് എന്നത് പ്രേക്ഷകർക്കറിയാം.